കഥകൾ എത്ര പറഞ്ഞാലും അധ്യായങ്ങൾ എത്ര എഴുതിയാലും ഒരുപക്ഷെ പുസ്തകങ്ങൾ രചിച്ചാൽ പോലും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അയാളെക്കുറിച്ച് എഴുതാതെ ഒരിക്കലും എൻ്റെ ജീവിതം പൂർണ്ണമാകില്ല. ഞാൻ എഴുതുന്ന ഒരു പുസ്തകങ്ങളും വിലയേറിയതാവില്ല. ഞാൻ എഴുതുന്ന അധ്യായങ്ങൾക്കൊന്നും അത്രയേറെ മൂല്യമുണ്ടാകില്ല. വേറെ ആരെയും കുറിച്ചല്ല, എൻ്റെ കൂടപ്പിറപ്പിനെ കുറിച്ചാണ്, എൻ്റെ അനുജനെ കുറിച്ചാണ്. ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ ഒരാൾ എൻ്റെ അനുജനാണ്. അന്ന് അവനോട് പറഞ്ഞ ആ നന്ദിയാണ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഒരു കുടുംബമായിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ അനുജനും ഞാൻ തമ്മിലുള്ള ആ ഒരു സാഹോദര്യം എന്ന് പറയുന്നത് ഒരിക്കലും വഴക്ക് കൂടാത്തതോ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളതോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഒരുമിച്ച് ചേർന്നിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സുദൃഢമായിട്ടുള്ള സാഹോദര്യത്തിലാണ് ഞങ്ങൾ വളർന്നതെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങൾക്കിടയിൽ വഴക്കുകളുണ്ടായിരുന്നു, കൊച്ചു കൊച്ചു പിണക്കങ്ങളുണ്ടായിരുന്നു, പ്രായത്തിൻ്റെതായിട്ടുള്ള അത്യാവശ്യം വേണ്ട അടിപിടികളെല്ലാം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള അടിപിടികളും വഴക്ക് കൂടലുകളും കൊച്ചു കൊച്ചു പിണക്കങ്ങളും വാശികളും സ്വാർത്ഥതകളും ഒന്നും ഞങ്ങൾ വളർന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വളർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്നിനോടും നമ്മുടെ സാഹോദര്യത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു വാശി ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇന്ന് പണത്തിൻ്റെയും പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും സ്വത്തിൻ്റെയും പേരിൽ ഒത്തിരി പേര് പരസ്പരം മാറി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒത്തിരിയേറെ മെസ്സേജുകൾ എനിക്കങ്ങനെ കിട്ടാറുണ്ട്. സാഹോദര്യങ്ങളിൽ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ വളരുന്നതിനനുസരിച്ച് ഒരുപക്ഷെ നമ്മുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ആ വാശികളും വളർന്നെന്ന് വരും. പക്ഷേ ആ വാശികളും പിണക്കങ്ങളും ഒന്നും ഒരിക്കലും നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ ആ സാഹോദര്യത്തെ തകർക്കുന്നതാകരുത്. ഇന്നൊരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കൂടപ്പിറപ്പിനെ പോലെ നമ്മളെ സ്നേഹിക്കുകയും ഒരുപക്ഷെ അതേ വാശിയോടും അതേ കൊച്ചു കൊച്ചു പിണക്കങ്ങളോടും കൂടി നമ്മുടെ എല്ലാ വിജയങ്ങളിലും പരാജയങ്ങളും നമ്മളെ സന്തോഷിക്കുകയും നമ്മുടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? ഒരുപക്ഷെ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പായിരിക്കും, ഒരുപക്ഷെ ആ കൂടപ്പിറപ്പിനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ അനുജൻ. അതെവിടെയും പറയാനായിട്ട് ഞാൻ ഇതുവരെ മടി കാണിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ സാഹോദര്യങ്ങളിൽ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാശി പിടിക്കുമ്പോൾ അതൊരു പക്ഷേ സ്വത്തിനായിരിക്കാം, പണത്തിനായിരിക്കാം, ബന്ധത്തിനായിരിക്കാം, ഒരു പക്ഷേ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോലും ആയിരിക്കാം. നമ്മൾ വാശി പിടിക്കുമ്പോൾ ആ വാശിയേക്കാൾ ഉപരിയായി നമ്മുടെ സാഹോദര്യത്തിന് വില കൊടുക്കുവാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഇതുപോലുള്ള ഒത്തിരിയേറെ സഹോദരങ്ങൾ, ഒത്തിരിയേറെ കൂടപ്പിറപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും. അപ്പോൾ നമ്മുടെ വാശിയല്ല, അതിനേക്കാൾ ഉപരിയായി സാഹോദര്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ എന്നും കാണപ്പെടേണ്ടത്. ഒരു കാലത്ത് ഇത് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും ഇല്ലാതെ പോകുന്നത് ഈ സാഹോദര്യമാണെന്ന് ഒരല്പം വേദനയോടുകൂടി തന്നെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തന്നെ സഹോദര്യങ്ങളെ, നമ്മുടെ തന്നെ സുഹൃത്തുക്കളെ നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എപ്പോഴും ഈ സാഹോദര്യം ആ കൂടപ്പിറപ്പിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നല്ലൊരു മാതൃകയായി, നല്ലൊരു കുടുംബത്തിന് മാതൃകയായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.